നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കണം എന്നില്ല നമ്മളുടെ ഓരോ ദിവസം കടന്നു പോകുന്നത്. ഹായ് ഹലോ, ദിസ് ഈസ് മീ റൈഹ ഫ്രം കാസർഗോഡ്. ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. വർക്ക് വരുന്നത് തലപ്പാടിയിലാണ്. വേറൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് ഈ വർക്ക് തന്നത്. ക്ലയന്റിനെ കോണ്ടാക്ട് ചെയ്തു, കറക്റ്റ് പ്ലേസ് ഒക്കെ മനസ്സിലാക്കി നേരെ തലപ്പാടിയിലേക്ക്, അതായത് കാസർഗോഡിന്റെ ബോർഡറിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി അവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് ബ്രൈഡിന്റെ ലൊക്കേഷനിലേക്ക് എത്തി. മെഹന്തി കോൺ അവർ വാങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെഹന്തി കോണൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണെന്നല്ലേ ഞാൻ പറയാം. വേറൊന്നല്ല, ഹെന്ന കോൺസ് ഇല്ലാതെ എങ്ങനെയാ മെഹന്തി ഇടുന്നത്. 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ഹെന്ന കോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 12 മണിയായി ഹെന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ബ്രൈഡിന് പ്രത്യേകിച്ചൊരു റെഫറൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രൈഡിന്റെ സിസ്റ്റർ ആണ് ഡിസൈൻസും ഏത് ടൈപ്പ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞത്. എന്റെ ഐഡിയയിൽ വരുന്നത് പോലെയാണ് ഓരോ എലമെന്റ്സും ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം 1 മണിക്കൂറിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ബ്രൈഡിന് ആകെ ഉണ്ടായിരുന്നത് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ലെറ്റർ വേണമെന്നായിരുന്നു. അപ്പൊ ഇതാണ് ഒരു സൈഡിലെ ഡിസൈൻ. അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് അടുത്ത സൈഡും സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ഡിഫറെന്റ് വരുത്തിയിട്ടാണ് അടുത്ത സൈഡ് ചെയ്തത്. ഉള്ളം കൈയിൽ ഗ്രൂമിന്റെ പേര് അറബിക്കിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ആണ് ഈ ഒരു ഡിസൈൻ. കാലിലേക്ക് വേണ്ട ഡിസൈനിന്റെ റെഫറൻസും കാണിച്ചു തന്നിരുന്നു. ഈ ഒരു ഡിസൈൻ ആണ് അവർ ചൂസ് ചെയ്തത്. 2 കാലിലേക്കും സെയിം ഡിസൈൻ തന്നെ ചെയ്തു കൊടുത്തിരുന്നു കേട്ടോ. ഏകദേശം 1/2 മണിക്കൂർ എടുത്താണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തത്. 2 സൈഡും കാലും കഴിയുമ്പോഴേക്ക് തന്നെ 2:45 ഏകദേശം. ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ബാക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത്. ബാക്കിലേക്ക് ഈ ഒരു ഡിസൈൻ ആണ് പറഞ്ഞത്. ഒരു കയ്യിൽ ബ്രൈഡിന്റെ പേരും മറ്റേ കയ്യിൽ ഗ്രൂമിന്റെ പേരും വരുന്ന രീതിക്കാണ് ചെയ്തത്. ബാക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 2-3 പേർക്ക് ഒരു പാർട്ടി ഹെന്നയും ചെയ്യാനുണ്ടായിരുന്നു. സമയം വളരെ കുറവായതിനാൽ എല്ലാവർക്കും ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ഞാൻ ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. 6:15 ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കാസർഗോഡേക്കുള്ള ബസ് കിട്ടിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.